Hi everyone, welcome back to the world of English. നല്ല അടിപൊളി ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്കൊക്കെ താല്പര്യം കാണും അല്ലേ? എനിക്കറിയാം എല്ലാ മലയാളികളുടെയും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ പല രീതികൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലരെയും നിങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടാവാം. എന്നാൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ കാര്യം, ഇന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഡൗൺലോഡ് എ പോഡ്കാസ്റ്റ് ആപ്പ്. പോഡ്കാസ്റ്റ് ആപ്പ് എന്താ നിങ്ങൾക്കൊരു സംശയം കാണുമല്ലേ? അതായത് കുറച്ച് നാളായിട്ട് ആളുകളൊക്കെ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ട്രെൻഡ് മാറി വരുവാണ്. വീഡിയോസിനെക്കാട്ടിലും കൂടുതലായി ആളുകൾ പോഡ്കാസ്റ്റിനെ ആശ്രയിക്കാൻ തുടങ്ങി. പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതൊരു ഓഡിയോ ആണ്. ഓക്കെ, വീഡിയോസ് അല്ല, ഓഡിയോ ആണ്. അപ്പോൾ അതിൽ കാണാനൊന്നുമില്ല, കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1-2 ഫേമസ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് ഗൂഗിൾ പോഡ്കാസ്റ്റ്. ഓക്കെ, ഗൂഗിളിൻ്റെ പോഡ്കാസ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആപ്പിളിൻ്റെ പോഡ്കാസ്റ്റ് ഉണ്ട്. രണ്ടിലും കിട്ടാവുന്ന സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്പും ഉണ്ട്. ഗൂഗിളിൻ്റെ പോഡ്കാസ്റ്റ് നമുക്ക് ഐഫോണിലും കിട്ടും, ആൻഡ്രോയിഡിലും കിട്ടും, അതുപോലെ തന്നെ സ്പോട്ടിഫൈയും കിട്ടും. ഓൾറൈറ്റ്. അപ്പോൾ ഇത് 2-3 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഉണ്ട്, BBC-യുടെ ഉണ്ട്, പല തരത്തിലുള്ള പോഡ്കാസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി എന്തിനാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ബൈ ലിസ്ണിങ് ദാറ്റ് യു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. കേട്ട് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി ചെയ്യണം. പക്ഷേ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് തമിഴ് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിലെ ആളുകളിലൊപ്പം കുറച്ച് നാൾ താമസിക്കുക. ശരിയല്ലേ? കാരണം ഒരവസരം വരുമ്പം നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ആ ലാംഗ്വേജ് പിക്ക് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഒന്നിച്ച് താമസിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ച് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഏത് ഭാഷയും നമ്മൾ അങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചുറ്റും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അധികം ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേറ്റീവ് സ്പീക്കേഴ്സിനെ കേൾക്കാൻ വേണ്ടി നമുക്ക് ഈ പോഡ്കാസ്റ്റിംഗ് ആപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, പല ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ട്, സ്പീച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ കോൺവെർസേഷൻസ് ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്, ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുവാണെങ്കിൽ പോലും ഇത് നിങ്ങൾ കേട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഇത് കാറിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഇയർഫോൺ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും 10-15 അല്ലെങ്കിൽ ഞാൻ പറയും എത്ര മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പാലിക്കാൻ പോകുന്ന ഒന്നാമത്തെ ശീലം ഇതാണ്: ഒരു പോഡ്കാസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നു, അത് നമ്മൾ ഇന്ന് മുതൽ കേട്ട് തുടങ്ങുന്നു ഇംഗ്ലീഷിൽ. ഓൾറൈറ്റ്. രണ്ടാമത്തെ കാര്യം, ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ കറക്റ്റായിട്ടുള്ള വാക്കുകൾ കിട്ടുന്നില്ല, യൂസേജ് കിട്ടുന്നില്ല, കണക്ഷൻസ് കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഒരു പോം വഴി ഞാൻ പറഞ്ഞു തരാം. മേക്ക് റീഡിങ് എ ഹാബിറ്റ്. വായന ഒരു ശീലമാക്കി മാറ്റുക. എന്ത് വായിക്കണം എന്നല്ലേ? ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തും വായിക്കാം. ഇപ്പോൾ നമ്മൾ പറയും ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് ആക്ച്വലി. അതിനും താഴെ നമുക്ക് കഥ പുസ്തകങ്ങൾ വായിക്കാം, അതായത് സ്റ്റോറി ബുക്സ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയും LKG ഉള്ള കുട്ടികളുടെ അല്ലെങ്കിൽ മാജിക് പോട്ട് പോലെയുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാം കേട്ടോ, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ. മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്റ്റോറീസ് വായിക്കാം, അല്ലെങ്കിൽ നോവൽസ് വായിക്കാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വായിക്കാം, മാഗസിൻസ് വായിക്കാം, ഓഫ് കോഴ്സ് ന്യൂസ് പേപ്പർ നമുക്ക് വായിക്കാം. ഇത് വായിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇത് വായിക്കുമ്പോൾ നമുക്ക് വാക്കുകൾ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ആശയങ്ങൾ എങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ വാക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചെടുക്കാനും സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാനും റീഡിങ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം, റീഡിങ്. എല്ലാ ദിവസവും കുറച്ച് സമയം വായനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളെയും വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറൊക്കെ ഇല്ലെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾ ടൗണിലൊക്കെ പോകുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ മേടിച്ചിട്ട് വരിക. നമുക്ക് ഒരാഴ്ചത്തേക്ക് വായിക്കാനുള്ള സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ വായന ഒരു ശീലമാക്കണം. മൂന്നാമത്തെ കാര്യം, വായനയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. മെയിൻറ്റെയിൻ എ നോട്ട് ബുക്ക് ടു റൈറ്റ് ഡൗൺ ന്യൂ വേർഡ്സ്. പുതിയ വാക്കുകൾ എഴുതിയെടുക്കാൻ വേണ്ടി നിങ്ങളൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ, നമ്മൾ പറഞ്ഞ പോഡ്കാസ്റ്റ് കേൾക്കുന്നു അല്ലെങ്കിൽ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ പുതിയ വാക്കുകൾ ചിലപ്പോൾ എത്താം. കാരണം വായനയിലൂടെ നമ്മളത് മനസ്സിലാക്കിയെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വാക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുക്കിൽ ഈ വാക്കുകൾ എഴുതി വെക്കണം. ഒരു ദിവസം ഒരു 5-6 വാക്കുകളൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഞാൻ പറയും. കാരണം എത്രയധികം വാക്കുകൾ പഠിക്കുന്നോ
അത്രത്തോളം എൻറിച്ച്ഡ് ആണ് നമ്മുടെ വൊക്കാബുലറി. സംസാരിക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ബുക്കിൽ വാക്കുകൾ മാത്രം എഴുതി വെച്ചാൽ പോരാ. നിങ്ങൾ ഒരു വാക്ക് കണ്ടെത്തുന്നു, ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നു. ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യുന്നു ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക എന്നാണ് കേട്ടോ. കാരണം അർത്ഥമാണെങ്കിലും അല്ലെങ്കിൽ വാക്കാണെങ്കിലും ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെക്കുക. കാരണം അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വാക്ക് എഴുതുന്നു, അർത്ഥം എഴുതുന്നു, അതിൻ്റെ ഒപ്പം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഉച്ചാരണവും എഴുതി വെക്കുക. ഉച്ചാരണം നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കണം. കാരണം പലപ്പോഴും ചില വാക്കുകളിലൊക്കെ പ്രൊനൗൺസിയേഷൻ കുറച്ച് സ്ട്രെയിഞ്ചാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അതിൻ്റെ ഉച്ചാരണം എഴുതി വെക്കുന്നു. സോ വാക്കായി, അർത്ഥമായി, ഉച്ചാരണമായി, അതിൻ്റെ ഒപ്പം അതൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുക. അത് ഉപയോഗിക്കാവുന്നൊരു സെൻറ്റൻസ്. ഇത് മാത്രം പോരാ കേട്ടോ. നമ്മൾ എഴുതി വെക്കുന്ന വാക്കുകൾ നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യണം, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്, ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം എന്താണ്? യു ക്യാൻ മെയിൻറ്റെയിൻ എ ബുക്ക്. ഒരു ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വായനയിലൂടെ പഠിച്ചെടുക്കുന്ന, കേൾവിയിലൂടെ പഠിച്ചെടുക്കുന്ന മിനിമം 5 വാക്കുകളെങ്കിലും ആ ബുക്കിൽ എഴുതുന്നു, വിത്ത് എ മീനിങ്, പ്രൊനൗൺസിയേഷൻ ആൻഡ് യൂസേജ് ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ചെയ്യുമല്ലോ, പ്ലീസ് ഡു ഇറ്റ്. നാലാമത്തെ പോയിന്റ്, ഫൈൻഡ് എ സ്പീക്കിംഗ് പാർട്ട്ണർ. ഇംഗ്ലീഷ് നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, വാക്കുകൾ എഴുതി വെക്കുന്നുണ്ട്, യൂസേജ് എഴുതി വെക്കുന്നുണ്ട്. പക്ഷേ സംസാരിക്കാൻ എനിക്കൊരു അവസരമില്ലല്ലോ. പലരും പറഞ്ഞ വലിയ പ്രശ്നമാണ്, അവസരങ്ങളില്ല. അപ്പോൾ അവസരങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന്, നിങ്ങളുടെ ഒരു ഫ്രണ്ടായിരിക്കാം, നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കാം, ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുക. അയാളൊപ്പം എല്ലാ ദിവസവും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക. കാരണം കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകാൻ പറ്റുള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞു ലിസണിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതിനൊപ്പം ഒരു കാര്യം കൂടെ വേണമെന്ന് പറഞ്ഞു. അതാണ് ഈ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. കേൾക്കുന്നു, വായിക്കുന്നു, വാക്കുകൾ പഠിക്കുന്നു, സെൻറ്റൻസസ് പഠിക്കുന്നു. ഇനി നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ടുള്ള ഫാമിലി മെമ്പറുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് വെക്കുക. അതായത് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. ഈ സംഭവം വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് കണ്ടിട്ടുണ്ട് പല ആളുകളിലും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തുടങ്ങുമ്പോൾ തെറ്റുകളുണ്ടാവാം, അതിൽ മിസ്റ്റേക്സ് വരുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളില്ല, സപ്പോർട്ടേ ഉള്ളൂ. സംസാരിക്കുമ്പോൾ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്ഷണറി ഉപയോഗിക്കാം. കാരണം ചില യൂസേജ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും, ഇതാണോ കറക്റ്റ്, അതാണോ കറക്റ്റ്, അല്ലേ? നമുക്കങ്ങനെ സെർച്ച് ചെയ്യും. നമ്മൾ ലക്കിയാണ്, കാരണം ഇഷ്ടം പോലെ റിസോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് ടൂളും ഉപയോഗിച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും മീനിങ് ഫുൾ ആക്കി മാറ്റുക, ഏറ്റവും അടിപൊളിയാക്കി നിങ്ങൾ മാറ്റുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സുഹൃത്തുമായിട്ട് നമ്മൾ ഇന്നു മുതൽ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഐ വുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം ഒരു ഗ്രൂപ്പായിട്ട് 4-5 പേരൊക്കെ ചേർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ റിസൾട്ട് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഈവനിങ്ങിലൊക്കെ കടയിലിരുന്ന് സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ക്ലബ്ബിൽ വന്നിരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, നമ്മൾ ഇന്ന് മുതൽ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. എല്ലാ ദിവസവും മിനിമം 10 മിനിറ്റോ 20 മിനിറ്റോ കാഷ്വൽ ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ, ടോപ്പിക് ഒന്നും വേണ്ട. ചുമ്മാ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ, നിങ്ങൾ കണ്ട കാര്യത്തെക്കുറിച്ചോ, അറിയുന്ന കാര്യത്തെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ എല്ലാം ഇംഗ്ലീഷിലായിരിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ലാംഗ്വേജും അടുത്ത ലെവലിലേക്ക് എത്തും. സോ നമ്മൾ ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്ന നാലാമത്തെ കാര്യം ഇതാണ്, ഫൈൻഡിങ് എ സ്പീക്കിംഗ് പാർട്ട്ണർ. ഓക്കെ, സംസാരിച്ച് പഠിക്കാൻ ഒരു പാർട്ട്ണറെ നമ്മൾ കണ്ടെത്തുന്നു. ഇനി 5ാമത്തെ കാര്യം കേട്ടോ. ഈ 5ാമത്തെ കാര്യം ഏറ്റവും അധികം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിനാണ്. അഡ്വാൻസ് ലെവൽ ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അതിന് ചില ദോഷവശങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. 5ാമത്തെ പോയിന്റ് ഇതാണ്, ഡു എ ലോട്ട് ഓഫ് ട്രാൻസ്ലേഷൻ എക്സസൈസസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ആക്സന്റ് എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് വിത്ത് ലിൻഡോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഉണ്ട്. ഇത് രണ്ടിലും നമ്മൾ നിരന്തരം ട്രാൻസ്ലേഷൻ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിക്കും, എന്തിനാണ് ട്രാൻസ്ലേഷൻ, ഇങ്ങനെയാണോ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്? ഓഫ് കോഴ്സ് അഡ്വാൻസ് ലെവലിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ പറയും ഇംഗ്ലീഷിൽ ചിന്തിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ എന്ന് പറയും, മലയാളം അതിലേക്ക് കൊണ്ടുവരരുതെന്ന്. പക്ഷേ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ധാരാളം ട്രാൻസ്ലേഷൻ എക്സസൈസസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ മലയാളത്തിൽ ചിന്തിക്കുക, അതിന് ഇംഗ്ലീഷ് എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, അതിൻ്റെ ട്രാൻസ്ലേഷൻ കണ്ടെത്തണം. ഓക്കെ, അങ്ങനെ ട്രാൻസ്ലേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻ്റെ ഗുണം. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള ലെവൽ കഴിഞ്ഞ് നിങ്ങളൊരു സെക്കൻഡ് ലെവലിലേക്ക്, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ ഇംഗ്ലീഷ് നമ്മുടെ ചിന്തയിൽ വരണം, ആ ചിന്തയിൽ വന്ന് ഇംഗ്ലീഷ് അതേപടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് അഡ്വാൻസ്ഡ് ലെവൽ. പക്ഷേ ആസ് എ ബിഗിനർ ഡു എ ലോട്ട് ഓഫ് ട്രാൻസ്ലേഷൻ എക്സസൈസസ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. കാരണം പല സിറ്റുവേഷനിലും നമുക്ക് സംസാരിക്കാവുന്ന ഇഷ്ടംപോലെ സെൻറ്റൻസസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പല സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന 10 സെൻറ്റൻസ്, 20 സെൻറ്റൻസ്, 30 സെൻറ്റൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് കാണാം.
നിങ്ങൾക്ക് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഓൾറൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് 5 കാര്യങ്ങളാണ്. ഒന്നുകൂടെ റിക്കോൾ ചെയ്താലോ? നമ്മൾ ഇന്നു മുതൽ ചെയ്യാൻ പോകുന്ന 5 കാര്യങ്ങളാണ്. എന്താണ് നമ്മുടെ പേർപ്പസ്? അടിപൊളിയായിട്ട് ഒഴുക്കോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. ടിപ്പ് നമ്പർ 1, ഡൗൺലോഡ് എ പോഡ്കാസ്റ്റ് ആപ്പ്. ഇന്ന് തന്നെ ഒരു പോഡ്കാസ്റ്റ് ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം, കേട്ടു തുടങ്ങണം. രണ്ടാമത്തെ കാര്യം, മേക്ക് റീഡിങ് എ ഹാബിറ്റ്. ഇന്ന് തന്നെ ഒരു ബുക്ക് മേടിക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ഫിസിക്കൽ ബുക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം നെറ്റിൽ നോക്കി വായിക്കുന്ന എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് ഒരു ബുക്ക് വാങ്ങുക, ചെറിയൊരു ബുക്ക്, 20 രൂപ, 30 രൂപ, 50 രൂപ മുടക്കുക, വാങ്ങുക, വായന തുടങ്ങുക. രണ്ടാമത്തെ കാര്യം, മേക്ക് റീഡിങ് എ ഹാബിറ്റ്. 3, ഒരു 200 പേജിൻ്റെ ബുക്ക് മേടിച്ച് വെക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ പുതിയ വാക്കുകൾ എഴുതി വെക്കുക. വാക്കും അർത്ഥവും അതിൻ്റെ യൂസേജും പ്രൊനൗൺസിയേഷനും ഒക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. നാലാമത്തെ കാര്യം, ഫൈൻഡ് എ സ്പീക്കിംഗ് പാർട്ട്ണർ. സംസാരിച്ച് പഠിക്കാൻ ഒരു സ്പീക്കിംഗ് പാർട്ട്ണറെ കണ്ടെത്തുക. അഞ്ചാമത്തെ കാര്യം, ഡു എ ലോട്ട് ഓഫ് ട്രാൻസ്ലേഷൻ എക്സസൈസ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് അടുത്ത ലെവലിലേക്ക് എത്തും, അടിപൊളിയാവും. പക്ഷെ ഇതൊക്കെ ചെയ്തു വരുമ്പം നിങ്ങൾക്കൊരു എക്സ്പേർട്ടിൻ്റെ സർവീസ് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാവുന്ന, നിങ്ങളെ മെൻറ്റർ ചെയ്യാവുന്ന ഒരാളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് us. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ എക്സ്പേർട്ട് ട്രെയിനേഴ്സ് നിങ്ങളെ സഹായിക്കാനായിട്ട് റെഡിയാണ്. നമ്മുടെ ഇംഗ്ലീഷ് മെൻറ്ററിങ്, ഇംഗ്ലീഷ് ഫ്ലയർ എന്ന് പറയുന്ന കോഴ്സസ് ഉണ്ട്. ഇതിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ട്രെയിനറൊപ്പം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങളും ട്രെയിനറും മാത്രമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. സോ ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ഓക്കെ. അപ്പോൾ പറഞ്ഞ 5 കാര്യങ്ങളും ചെയ്യുക, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, അടിപൊളിയാവട്ടെ നമ്മുടെ ഇംഗ്ലീഷ്. നമുക്ക് ഓരോരുത്തർക്കും കിടിലൻ ഇംഗ്ലീഷ് സംസാരിക്കാം. താങ്ക് യു.